ഒരു കോമൺ ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ചോദിക്കുന്നത്, വലുതായാൽ എന്താവണം, വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം. എനിക്ക് ആ ടേം ബിക്കമ്മിനോട് ഭയങ്കര ഒരു പറഞ്ഞ പോലെ ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. ഇന്ന് സംസാരിക്കുമ്പോൾ ഇന്നൊരു കുട്ടി ചോദിച്ചു, വാട്ട് ആർ ദ സ്കിൽസ് റിക്വയർഡ് ഫോർ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നമ്മൾ CA താണ് പറയാൻ പോയി. യു ഹാവ് ഓൺലി 15 seconds, 20 seconds this thing and you get bored. What will happen in life in 15-20 seconds? You can die, but അതല്ലാതെ nothing fruitful can happen. Nothing productive will can happen. So you become a useless. And now these days നമ്മൾ ടീച്ചർ മാത്രമല്ല സംസാരിക്കുന്നത്. We give the students the opportunity to tell us and build on that. So elicit the concept from the students. നമ്മൾ പഠിച്ച ടൈമിൽ പോലെ അല്ലല്ലോ ഇപ്പോൾ. ഞങ്ങൾ പഠിച്ചതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിരുന്നു നിതിൻ പഠിക്കുമ്പോൾ. ഇപ്പോഴത്തെ ജനറേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, മോൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ അവർക്കുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ അറൗണ്ട് ദാറ്റ്. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഒരു മോനെന്നെ ഇപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചാൽ അത് പിന്നെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിപ്പോൾ ചോദിക്കേണ്ടതല്ല എന്നോ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ആ കുട്ടിയെ അവിടെ അടിച്ചമർത്തരുത്. ഇൻ ദാറ്റ് ഏജ് അപ്രോപ്രിയേറ്റ് ലെവൽ വി മസ്റ്റ് സ്പാർക്ക് ദ ക്യൂരിയോസിറ്റി. നമ്മളപ്പോൾ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സക്സസ് എന്ന് പറയുമ്പോൾ വാട്ട് ക്യാൻ സക്സസ് ബി ഇൻ സ്കൂൾസ് എന്നുള്ളൊരു സംഭവം. വൺ ഇസ് റാങ്കിങ്, ഒരു വൺ ഓഫ് ദി ഇതാണ്. അപ്പൊ നമ്മൾ അന്ന് സംസാരിച്ചതിൽ ഒരു കോമൺ മാറ്റർ നമ്മൾ പറഞ്ഞത് വിദ്യാഭ്യാസം എന്നുള്ള വാക്കിനെ നമ്മൾ അന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിദ്യ അഭ്യസിക്കുക എന്നുള്ളതാണ്. സോ വാട്ട് വിദ്യ ഈസ് ദി സ്കിൽ ഓഫ് ലേണിംഗ്. പ്രാക്ടീസ് ചെയ്യുക, അഭ്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസിങ്. സോ ദ സ്കിൽ ഓഫ് ലേണിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണല്ലോ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സബ്ജക്ട്സ് ബേസിക്കലി. യു ആർ ലേണിംഗ് ടു ലേൺ. It's basically about understanding. Yeah. Understanding and applying in your real life if the situation demands. So even when we go deeper, how do one understand? എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ. ഹൗ ഡു വൺ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് രാവിലെ കരിയർ ഗൈഡൻസ് ഇതിൽ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമൺ ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ചോദിക്കുന്നത്, വലുതായാൽ എന്താവണം, വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം. എനിക്ക് ആ ടേം ബിക്കമ്മിനോട് ഭയങ്കര ഒരു പറഞ്ഞ പോലെ ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. ഹൗ ഡു യു ബിക്കം സംതിങ്? എന്താ ആവാൻ പറ്റുക ഇപ്പൊ നമുക്ക്? So you can call yourself something, okay. You can't become something. അങ്ങനെ ആവാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചേഞ്ച് ദാറ്റ് ടു വാട്ട് ഡു യു വാണ്ട് ടു ഡു. എവിടെയാണ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ലൈഫിൽ? 10 years down the line, where do you see yourself doing what? അതിന് വേണ്ട കോഴ്സ് എടുക്കുക, അതിന് വേണ്ട സാധനങ്ങൾ പഠിക്കുക, അതിന് വേണ്ട സ്കിൽ സെറ്റ് അക്വയർ ചെയ്യുക, and then you ultimately do. And for that you need a facilitator. That's it. Teachers are merely facilitators. വേറെ ആരുമല്ല. Helping the child. ആ നിതിൻ പറഞ്ഞ അതേ പോയിന്റ് എനിക്ക് പറയാം. What you want to do. ആ ഡു ചെയ്യാൻ കുറെ സ്കിൽ സെറ്റ്സ് വേണം. ആ സ്കിൽ സെറ്റ്സ് നമ്മൾ അക്വയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. Only teachers are facilitators. Gone are the time of rote learning. മാർക്ക് വരും പോവും, ദാറ്റ്സ് ഓക്കെ. വൺസ് യു സംടൈംസ് people they understand. ചിലപ്പോൾ അവർക്ക് എഴുതി അത് അങ്ങോട്ട് പേപ്പറിൽ പറ്റില്ല, ബട്ട് ദേ ആർ സോ നോളജബിൾ. അങ്ങനത്തെ കാറ്റഗറി സ്റ്റുഡൻസും ഉണ്ട്. So practical wisdom is another thing. Definitely. Some people know to do certain things, they can't speak or they can't tell. അല്ലെങ്കിൽ അവർക്ക് അറിയുന്നത് എന്താണെന്നുള്ളത് ചിലപ്പോൾ പറയാനായിരിക്കും പറ്റാത്ത. ആ ലാംഗ്വേജ് വന്നാലും ചിലർക്ക് പറയാൻ താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് കീപ് ഇറ്റ് ടു ദെംസെൽവ്സ്. അങ്ങനത്തെ കുറെ ക്യാരക്ടർ റീസണിങ്ങും കൂടെ ഉണ്ടല്ലോ, ക്യാരക്ടറിന്റെ ഒരു ഘടനയും കൂടി ഉണ്ട്. സോ അറിയോ ഈസ് ബേസിക്കലി the one which scatters, അല്ലെങ്കിൽ one which promotes and one which celebrates curiosity and basically experiential learning എന്ന് പറയുന്ന സംഭവം. അത് I started with that because I am an experiential learner and because എനിക്ക് ഒരു സംഭവത്തിൽ പോയി ചെയ്യാണ്ട് it's ദൂർ കി ബാത് for me. എനിക്ക് അത് യാതൊരു ബന്ധമില്ലാത്തൊരു സംഭവമായിട്ടുണ്ട്. Until I do, I don't. And a person who has not done, who has not understood എന്നുള്ളതാണ് എൻ്റെ ബയസ്.
I need not stick to that. Mm. I was thinking I need not stick to that. Mm. So experiential learning le namkulla limitation is basically it's not scalable. Mm. It can't be addressed to a huge Larger this thing, crowd and audience. maybe a very small number Mm. have this ഈ പറയുന്ന പോലെ കിനസ്തെറ്റിക്സിന്റെ ഇത് അതില്ലാത്തവരപ്പം എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവമാണ് ദാറ്റ് ദിസ് വോണ്ട് എക്സൈറ്റ് ദം ഓൾസോ എന്നുള്ളതുമുണ്ട്. അപ്പോൾ വെൻ ഐ വാസ് ഈവൻ ടുഡേ ഇന്ന് സംസാരിക്കുമ്പോൾ പോലും ദി അറ്റൻഷൻ സ്പാൻ നൗ ഓഫ് ദ സ്റ്റുഡൻസ് have come down to a very minimal level, and all the social media and the shorts, that entire genre of reels and shorts has taken them to a very എന്താ പറയാ low level of state, ഒരു അറ്റൻഷൻ എന്ന് പറഞ്ഞ. അപ്പൊ ഇന്ന് സംസാരിക്കുമ്പോൾ ഇന്നൊരു കുട്ടി ചോദിച്ചു വാട്ട് ആർ ദ സ്കിൽസ് റിക്വയർഡ് ഫോർ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നമ്മൾ CA യുടെ അതാണ് പറയാൻ പോയി. ഞാൻ പറഞ്ഞു ഫോർ മീ ഒബ്സർവേഷൻ സ്കിൽ, പ്രസൻസ് ഓഫ് മൈൻഡ് ആൻഡ് ഫോക്കസ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ത്രൈവ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇപ്പൊ റൈറ്റ് നൗ ഐ ക്യാൻ ജസ്റ്റ് ലുക്ക് അറൌണ്ട് ആൻഡ് ഗിവ് യു 10 എക്സാമ്പിൾസ് of where all the costings and accounting and all the taxes and everything works right now. ഇപ്പൊ എനിക്ക് നോക്കിയാൽ കിട്ടും. This is my skill. I keep on observing. I'll be focused on that point and presence of mind. And the attention you have is something which I built. ഞാൻ ക്ലോസ്ലി ഇരുന്ന് ഒരു സാധനത്തിനെ നോക്കി അതിൻ്റെ ഉള്ളിലേക്ക് പോവാൻ പഠിച്ച് അതിൻ്റെ ആ ലൈറ്റ് ന്യൂവാൻസ് ഒക്കെ വന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഇരുന്നു. Developed it. And I didn't have much of distractions at that point of time. Blessed am I. ഇപ്പൊ ഞാൻ പറഞ്ഞു, if you have attention, then it's a gold mine that you have. You will stand out among all the other people. Because അവിടെ ഇരിക്കാൻ പറ്റണം. ഒരു സാധനത്തിൽ ഇരുന്ന് അതിനെ നോക്കി കുറച്ച് നേരം അതിലിങ്ങനെ ഇരിക്കാൻ പറ്റണം. ഇറ്റ്സ് എ ഹ്യൂജ് സ്കിൽ ഐ വുഡ് സേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് വെദർ യു വാണ്ട് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ എനി അതർ പ്രൊഫഷൻ, നിങ്ങൾക്ക് ഒരു സാധനത്തിൽ ഇരിക്കാൻ പറ്റണം. നൗ ഞാൻ എന്നിട്ട് അവരുടെ കഥയൊക്കെ പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം വാണ്ട്സ് യു ടു ബി ഓൺ ദാറ്റ് സ്ക്രീൻ. ദാറ്റ്സ് വൈ there is an algorithm and you do it because it is free. You are not seeing the other side. How do Instagram makes money? Those who make the reel pay Instagram to give you that algorithm, to keep you captured there. And over a period of time, you just swipe. You have only 15 seconds, 20 seconds, this thing, and you get bored. What will happen in life in 15-20 seconds? You can die, but nothing fruitful can happen. Nothing productive can happen. So you become a useless creature when your attention span is so low. I would like to connect attention span with interest. അത് രണ്ടും interlinked ആണ്. Don't you think so? It is. If you have interest in something, you will sit with it. അവിടെ ടീച്ചറുടെ റോൾ ഉണ്ട്. Interest spot ചെയ്യുക. Yeah, interest spot ചെയ്യുക, interest enhance ചെയ്യുക. Teacher has a crucial role to play in the schooling years. You know, teacher has to play a role there. അപ്പോൾ ഇത്രയും ലോങ് ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരുമ്പോൾ how do we actually do this? That's why initially it is taking a long time. I also faced it. 35 students 40 students ഉള്ള ക്ലാസ് റൂമിൽ ഈ രണ്ട് ഗ്രൂപ്പാക്കി തിരിക്കാനും ഒരു മാസ്റ്ററി ഓഫ് കോൺസെപ്റ്റ് ആയ കുട്ടികളും നോൺ മാസ്റ്ററി കോൺസെപ്റ്റ് ആയ കുട്ടികളും തിരിക്കാനൊക്കെ it took time. But once it became a routine, it just flows. It just flows. Initially it is little difficult. That's for sure. It's not difficult. Patience. You need the patience. You need that kind of wantedness to do. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. Because I have faced success. Let me use it on myself. I have succeeded in using the strategy. അപ്പോൾ ആ ക്ലാസ്സിൽ ഇനീഷ്യലി 40 മിനിറ്റ്സിന്റെ ക്ലാസ് 40 മിനിറ്റ്സിലൊന്നും കഴിഞ്ഞില്ല. It took almost double the time ഒരു കോൺസെപ്റ്റ് തീർക്കാൻ. But gradually the time decreased, and within 40 minutes, not for all topics as I told you, within 40 minutes what you have to transact using the strategy, it happens. Yeah.
And now these days നമ്മൾ ടീച്ചർ മാത്രമല്ല സംസാരിക്കുന്നത്. അതെ. We give the students the opportunity to tell us and build on that. So elicit the concept from the students. Students are so knowledgeable. ഈ ഭയങ്കര അവരുടെ ഔട്ട്ലുക്കേ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച ടൈമിൽ പോലെ അല്ലല്ലോ ഇപ്പോ. ഞങ്ങൾ പഠിച്ചതിനെക്കാട്ടിലും ഡിഫറെന്റ് ആയിരുന്നു നിതിൻ പഠിക്കുമ്പോൾ. ഇപ്പോഴത്തെ ജനറേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, മോന്റെ കാര്യം ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ അവർക്കുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. So much of information around them. The way he speaks about volcanoes, salt and the cube, പറയണ്ട, no Do you think clue. age of when you were 8 years you have spoken about it? No. അതാണ് ഇപ്പോഴത്തെ ആ ഇൻഫർമേഷൻ ഭയങ്കര റീച്ച് ആയിട്ടുണ്ട് കുട്ടികൾക്ക്. അപ്പൊ നമുക്ക് കുറച്ച് ആ കുട്ടികളുടെ ഇൻട്രസ്റ്റില് അതിനെ നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടുവരണം. So that is exactly the purpose of REO. Yes. So I was thinking of something called REO period in schools to be implemented. Okay. Of course, with the concurrence of management and their support. According to you, how can what can be a model? See, I'm asking. I don't know how to be that. Basically, I want students to speak up about their own interest, what they are curious about. അപ്പോൾ എൻ്റെ ഒബ്സർവേഷനിൽ നോക്കിയപ്പോൾ ഒരാൾക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് ഒരാൾ എത്ര നേരം വേണമെങ്കിൽ സംസാരിച്ചോളൂ. They will give out a lot of information, lot of knowledge, and that at that point of time they will also feel that they have a lot of knowledge. ഞാനപ്പോ റീസെന്റ് ആരോ ചോദിച്ചത് ഇപ്പൊ ഈ അറിയോ ഇതിലുള്ള if about learning and about being a teacher, you will have so many things to share. And by doing that, you are actually blossoming. ഉള്ളുന്നുള്ള ആ ഓറയിൽ എനിക്ക് ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻറ്റയർ പ്രോജക്റ്റിന്റെ സംഭവം അത് മാത്രമേ ഉള്ളൂ. I can see that in students also. I can see that when my child is, I will just sit and listen to whatever he is speaking. കുറേ നേരം കണ്ടു കഴിഞ്ഞത് he just go on and on and on and on and on. And I tried it in different students. It's not about him only. വേറൊരു കുട്ടിയുടെ അടുത്ത് ഒരു കുട്ടി എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ കുറച്ചു നേരം you listen to them, they will just go on. അത് ഈവൻ ഏത് ലെവലിലുള്ള ഏത് കുട്ടിയാണെങ്കിലും താല്പര്യമുള്ള ഒരു സാധനത്തിന് you told that already, interest, attention span എന്നുള്ളത്. അപ്പൊ ആ ഇൻട്രസ്റ്റ് സ്പോട്ട് ചെയ്യാത്തതിന്റെ കാരണം which I think is a societal inclination towards a career. ഒരു സേഫ്റ്റി നെറ്റുള്ള ഒരു കരിയർ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ആലോചിക്കാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെ ഉള്ള ഒരു പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്നേഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് ടേക്കിംഗ് ദാറ്റ് whole essence of that child away in the process of doing that. ടീച്ചറിന് എന്താ തോന്നുന്നത്? എനിക്ക് ഇത് തോന്നുന്നത് എന്താ വെച്ചാല് നമ്മൾ അവരെ within 4 walls ലിമിറ്റ് ചെയ്യരുത്. We must allow them to think outside the box. അപ്പോൾ they'll come out with questions. ആ ക്യൂരിയോസിറ്റി നമ്മൾ സ്പാർക്ക് കൊടുക്കണം ആ ക്യൂരിയോസിറ്റിക്ക്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോൾ ഒരു മോനെന്നെ ഇപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചാൽ അത് പിന്നെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിപ്പോ ചോദിക്കേണ്ടതല്ല എന്നോ എന്തെങ്കിലും പറഞ്ഞ അങ്ങനെ ആ കുട്ടിയെ അവിടെ അടിച്ചമർത്തരുത്. ഇൻ ദാറ്റ് ഏജ് അപ്രോപ്രിയേറ്റ് ലെവൽ വി മസ്റ്റ് സ്പാർക്ക് ദ ക്യൂരിയോസിറ്റി. സോ കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ്. നമ്മൾ അവരെ റിജിഡ് ആക്കിയിട്ട് ആ ടെക്സ്റ്റ് ബുക്കിഷ് മാത്രമാക്കി നിർത്തരുത്. ലെറ്റ് ദം എക്സ്പ്ലോർ, ഗിവ് ദം മോർ ഹയർ തിങ്കിങ് ഏരിയാസിക്ക് അവരെ എക്സ്പോസ് ചെയ്ത് വിടണം നമ്മൾ. അപ്പോൾ ക്യൂരിയോസിറ്റി വിൽ ബി എൻഹാൻസ്ഡ്. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. റീസെന്റ് when I spoke to another trainer, he told that don't give answers. When they ask questions, don't give answers. Ask more questions. Multiple questions, exactly. Yes. അവരെ പിന്നെയും ക്വസ്റ്റ്യൻ ചോദിപ്പിക്കുക എന്നുള്ളതാണ്. So when they sharpen their questions over a period, that brain കൂടുതൽ ഡെവലപ്പ് ആയിട്ട് വരും. അതാണ് ഔട്ട്സൈഡ് ദ ബോക്സ് വരിക. അപ്പോഴാണ് ഔട്ട്സൈഡ് ദ ബോക്സ് ഉണ്ടാവുക. യു ആസ്ക് സം ലീഡിങ് ക്വസ്റ്റ്യൻസ്. തിരിച്ച് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഇംപ്രൂവ് ദ തിങ്കിങ് കപ്പാസിറ്റി, പ്ലസ് ദർ വിൽ ബി an outcome to what he is asking. So he is asking something to get an answer, but you don't give the direct answer. You ask multiple questions related to that.
from simple to complex. That's always important. Then the child will have a lot of self-confidence, more of thinking, that will enhance the ability of the child, thinking ability, whatever. I think half of the job is parents' job. Parents and teachers. നമ്മൾ ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു സ്പർജ് ഓഫ് ദ മൊമെന്റിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്. അപ്പം അത് അവിടെ ചോദിക്കുമ്പോൾ അതിനെ എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യല്ല, മോർ ലൈക്ക് എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുക, ഓർ വാട്ട് എവർ ദ റിയാക്ഷൻ ഓർ ദ റെസ്പോൺസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം that curiosity will be kept inside or something like that. അങ്ങനെ സംഭവിക്കും. അപ്പോൾ അത് ടീച്ചർ പറയുന്നുണ്ടായിരുന്നു that has something to do with the child's psychology as well. അപ്പോൾ എങ്ങനെയാണ് അത്, like how can curiosity be celebrated in classrooms എന്നുള്ളൊരു സംഭവം. Definitely curiosity has to be celebrated. That's my point of view also. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ ചോദ്യം ചോദിക്കുന്നത് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. So if you snub them, if you quieten them there, then they will lose interest a particular topic or subject or they might even lose interest in the teacher's class. So maybe the child is interested in the topic, more in the topic. Chalpo out of the box aayirikkum question. But I feel as a teacher, if you cannot answer that question at that moment of time, we have to give a priority to that question. Maybe you can tell the child, I'll answer it later, I'll answer after the class. ഉടനെ പറയാൻ പറ്റിയില്ലെങ്കിൽ, പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ എല്ലാവർക്കും ഓൺ ദ സ്പോട്ട് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ മേ ബി ദ ടീച്ചർ ഫീൽസ് ദാറ്റ് ഇറ്റ് വിൽ ഇന്ററപ്റ്റ് ദ ഫ്ലോ ഓഫ് ദ ക്ലാസ്. ദാറ്റ് ഓൾസോ ഹാപ്പൻസ്. അപ്പോൾ ടീച്ചർക്ക് ആ ടോപ്പിക് ആ ഫ്ലോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നിട്ട് ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാം. Or teacher can tell that answer the question maybe after the class, or maybe personally call the child out and answer. But one point is what I like to emphasize here is never stop the child from asking questions. അത് ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് പോവും, ക്യൂരിയോസിറ്റി പോവും. പിന്നെ ആ കുട്ടിക്ക് ആ സബ്ജക്റ്റിനോടോ ആ ടീച്ചറോടോ അല്ലെങ്കിൽ the child will even hesitate to enhance his knowledge. Child will be withdrawn. ആ ഒരു സ്റ്റേജ് വരെ എത്താം അത്. അപ്പോൾ the basic role of a teacher is to help the child, help the student, right? അപ്പോൾ I think we should always welcome questions. And maybe if you say you are going to answer later, we should make it a point that we do it. അല്ലാതെ പിന്നെ പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് അത് അവോയ്ഡ് ചെയ്യേ. ചിലപ്പോൾ ടീച്ചർക്ക് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല, ഞാൻ പറഞ്ഞ പോലെ ടീച്ചർക്ക് അത് റെഫർ ചെയ്തിട്ട് വന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. Sometimes the question will be way beyond what is there in the book, but still it is our responsibility to promote that questioning skill. Questioning skills are very, very important, and that is it's a duty of the teacher to promote the questioning skills of the students. And that gives them the growth. ചോദ്യം ചോദിക്കുന്തോറും കുട്ടികൾ ഇന്റലക്ച്വലി വളരും. അത് നമ്മൾ മനസ്സിലാക്കണം. The more they ask, മോർ അറിയോ എന്നുള്ളത് അവർക്ക് വീണ്ടും അവർ ക്യൂരിയസ് ആക്കണം. നമ്മൾ അവരെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവർക്ക് കൂടുതൽ അങ്ങോട്ടും ചോദിച്ചിട്ടും നമ്മൾ അവരെ ക്യൂരിയോസിറ്റി എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഞാൻ എപ്പോഴും ഈ ലേണിങ്ങിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ മറ്റേ 3 Idiots മൂവി ഉണ്ടല്ലോ, അപ്പൊ അതിൽ ചില അമീർ ഖാൻ കൊടുക്കുന്ന എക്സാമ്പിൾസും മറ്റേ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്ന കുറെ കാര്യങ്ങൾ, ദാറ്റ് മീൻസ് സക്സസ് കെ പീച്ചെ നഹീ, എക്സലൻസ് കെ പീച്ചെ ഭാഗോ, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആൻഡ് സർട്ടൺ എക്സാമ്പിൾസ് വിച്ച് ഹി ഗിവ്സ്. ഇപ്പോ എന്താണ് മെഷീൻ എന്ന് പറയും, പാന്റിന്റെ സിബാണ് കാണിച്ചു കൊടുക്കുന്നത്. ബട്ട് അതില് സിംപ്ലിഫിക്കേഷൻ comes from concept clarity. Yes. And in a way നമ്മുടെ I felt that educational system has in a way promoted a smart way, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഒരു മാറ്ററിനെ സോഫിസ്റ്റിക്കേറ്റ് ചെയ്ത് പറഞ്ഞാൽ that equals smartness എന്നുള്ള ഒരു ജനറൽ ഒരു സംഭവം ഒരു സംഭവം ഉണ്ട്.
and those who don't know to speak like that is treated as dumb. Look down upon. എന്നുള്ളൊരു സംഭവം എന്നെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് ക്ലാരിറ്റി. Definitely, I also agree to it. അത് ഞാൻ ഈയിടയ്ക്ക് ആരോ പറഞ്ഞു, ഇഫ് യു നവൽ രവികാന്ത് എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ഈസ് എൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ. ആള് പറഞ്ഞു, ആള് ഇസ് വെരി സ്പിരിച്വൽ ആൻഡ് ദീസ് കൈൻഡ് ഓഫ് ഇതിലെ കുറച്ച് കാര്യങ്ങൾ സൈക്കോളജിയും ഫിലോസഫി ഒക്കെ പറയുന്ന ആളാണ്. അപ്പൊ ആള് പറഞ്ഞു, ഇഫ് യു കാൺട്ട് എക്സ്പ്ലെയിൻ ടു എ 6-year-old യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ദാറ്റ് തിങ് എന്നുള്ളതാണ് ആളുടെ ഒരു ബേസിക് സംഭവം. എനി കോൺസെപ്റ്റ് ഇഫ് യു തിങ്ക് ദാറ്റ് യു അണ്ടർസ്റ്റുഡ്, if you can't explain to a 6-year-old and he has not understood, then you also not have understood. You can't, you don't know to speak. അത് വെറുതെ കുറെ ലാംഗ്വേജ് കുറെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് സ്മാർട്ടസ്റ്റ് പേഴ്സൺ ഇൻ ദ റൂം ആവാൻ വേണ്ടി കുറെ ജാർഗൺസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ 3 Idiots പറയുന്ന ആ യൂസ് കേസസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെയാണ് ഞാൻ എൻ്റെ സെഷൻസിന് യൂസ് ചെയ്യുക. ഐ വിൽ ബി ഓൺ ദ ഗ്രൗണ്ട്. അവരുടെ അന്നത്തെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് വെച്ചിട്ട് മാത്രമേ ഞാനൊരു കോൺസെപ്റ്റ് യൂഷ്വലി പറയാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റൂമത്തെ കാര്യം പറയുക, അപ്പത്തെ സിറ്റുവേഷൻ പറയുക, ഇപ്പത്തെ കാര്യം പറയുക. അപ്പോൾ അവർക്ക് കണക്ഷൻ വരുമല്ലോ. വൈ ഈസ് ദിസ് നോട്ട് യൂസ്ഡ് in classrooms? I mean, is it the purpose of education is to become smart by talking a very difficult language എന്നുള്ളതാണോ, അതോ അത് അങ്ങനെ വായി വന്നതാണോ, അതോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മോശമാണ് എന്നുള്ളൊരു ഇതുണ്ടോ? It's a person's perspective. Me as a teacher, I would like to speak just the simple language, the ordinary words, bring the concept into understandable by everyone. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? ഓർഡിനറി ഡെയിലി യൂസിങ് വേർഡ്സ് ഉപയോഗിച്ചിട്ട്. ഓഫ് കോഴ്സ് സയൻസിൽ കീവേഡ്സ് ഉണ്ട്, ആ കീവേഡ്സ് ആയിട്ട് ഉപയോഗിച്ചേ പറ്റൂ. അല്ലാതെ ആ കീവേഡ്സിനെ വെച്ച് ലിങ്ക് ചെയ്യണത് സൊഫിസ്റ്റിക്കേറ്റഡ് വേർഡ്സ് അല്ലാതെ സിമ്പിൾ ഓർഡിനറി നോർമൽ ലാംഗ്വേജ് വേർഡ്സിൽ ഉപയോഗിച്ചാൽ ദേ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്കോമഡേറ്റ് ദോസ് കോൺസെപ്റ്റ് സോ വെൽ. അപ്പോൾ ചിലർ ഐ തിങ്ക് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ചിലർ ഈ പറഞ്ഞ പോലെ സൊഫിസ്റ്റിക്കേറ്റഡ് വേർഡ്സ് ഉപയോഗിച്ചാലേ I'm supreme over the others ആ ഒരു ഫീലിംഗ് ഉള്ളവരുണ്ടാവാം. അല്ലെങ്കിൽ അറിയാത്ത കോൺസെപ്റ്റ് അറിയാതെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് അവിടെ ഒപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ ആ ലെവൽ ഉണ്ടാവാം. അല്ലെങ്കിൽ മറ്റുള്ളവരെ വേർഡ്സ് ബോറോ ചെയ്ത് ഇങ്ങനെ പറയണവരും ഉണ്ടാവാം. വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ബട്ട് ഐ ഫീൽ ആസ് എ ടീച്ചർ നമ്മൾ സിംപ്ലസ്റ്റ് വേ കോൺസെപ്റ്റ് കുട്ടികൾക്ക് ട്രാൻസാക്ട് ചെയ്ത ദ ബെസ്റ്റ് വേ ദേ അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് ഇസ് എ വേ വി ഷുഡ് ഡു, ഐ ഫീൽ. അല്ല, അത് ഇപ്പൊ ഈവൻ ദി തോട്ട് ഓഫ് അറിയോ ഫസ്റ്റ് കെയിം ടു മീ ഈസ് ബിക്കോസ് ഓഫ് ദിസ് സിംപ്ലിഫിക്കേഷൻ. ഈ ഡീമിസ്റ്റിഫൈ ചെയ്യുക. നമ്മുടെ ഇപ്പോൾ നമ്മുടെ ടോപ്പിക്, നമ്മുടെ പ്രൊഫഷനിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷനിലുള്ള പല കാര്യങ്ങളും ഭയങ്കര ജാർഗൺസ് ആണ്, ഭയങ്കര ടെക്നിക്കൽ സാധനങ്ങൾ, ഭയങ്കര ഹെവി സാധനങ്ങളാണ്. അതൊക്കെ നമ്മുടെ ഒരു പ്രൊഫഷണൽ കണക്റ്റിലൊക്കെ സംസാരിക്കുന്നതിന് അർത്ഥമുണ്ട്. വേറൊരു സെനാരിയോയിൽ പോയിട്ട് ഇത് അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് പറയാൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, you have lacked that clarity of the entire concept എന്നുള്ളത്. അതിന്റെ തീം ബിഹൈൻഡ് why do you give an exemption for a residential house property? It is to promote housing. ഒരാൾക്കൊരു വീട് വേണം എന്നുള്ള സ്വപ്നം ഉള്ളത് കൊണ്ട് ഒരു സാധനം വിറ്റിട്ട് വേറൊരു സാധനം വാങ്ങുമ്പോൾ ഒരു വീടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, യു ആർ റീലൊക്കേറ്റിംഗ്, ഡോണ്ട് ടാക്സ് ഇറ്റ് എന്നുള്ളതിന്റെ ആ ബേസിക് സൈക്കോളജി ഉണ്ടല്ലോ, അത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇറ്റ് മേക്സ് സെൻസ്. ആ സെക്ഷൻ വായിക്കുമ്പോൾ ഉണ്ടാവും, പക്ഷെ ഈ ഒരു തോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ മാത്ത് പല ഡിഫറെന്റ് മെത്തേഡ്സിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ബട്ട് ദ സിംപ്ലസ്റ്റ് വേ ഹൗ ടു റീച്ച് ടു ദ ഫൈനൽ ആൻസർ ഇസ് ദ വേ ദ ടീച്ചർ ഷുഡ് ബി ഇംപാർട്ടിംഗ് ടു ദ ചിൽഡ്രൻ അല്ലേ? അതാണ്. അല്ലാതെ ഏതൊക്കെയോ മെത്തേഡ് എക്സും വൈയും കാണുന്ന അവിടെ വേറെ ഏതൊക്കെയോ മെത്തേഡിൽ എക്സും വൈയും വേറെ എന്തെങ്കിലുമോ കണ്ട് പിന്നെ എക്സിനെക്കാട്ടിലും ഡയറക്റ്റ് എന്തൊക്കെ ഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ടോ സൂട്ടബിൾ ഫോർ ദാറ്റ് സൊല്യൂഷൻ അത് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഫിസിക്സ് കോൺസെപ്റ്റിലൊക്കെ തന്നെ പല കാര്യങ്ങളും നമുക്ക് കോംപ്ലെക്സ് സിറ്റുവേഷൻസ്, കോംപ്ലെക്സ് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഹൗ ഫാർ വി ക്യാൻ സിംപ്ലിഫൈ ഇറ്റ് ടു ദ ലെവൽ ഓഫ് ദ സ്റ്റുഡൻസ്. നമ്മളൊരു 12th ഗ്രേഡ് പഠിപ്പിക്കുന്നതും ഒരു 5th ഗ്രേഡ് പഠിപ്പിക്കുന്നതും വ്യത്യാസം വിധത്തിലാണ്. 12th ഗ്രേഡർക്ക് എങ്ങനെ അത് എടുക്കാൻ പറ്റും ആ വിധത്തിൽ പറഞ്ഞു കൊടുക്കും നമ്മൾ. നേരെ മറിച്ച്
ഇപ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അത് ഒരു മിഡിൽ സ്കൂളിലും ഉണ്ട്, ഹയർ ഗ്രേഡ്സിലും ഉണ്ട്. മിഡിൽ സ്കൂളിൽ നമ്മൾ എങ്ങനെ അത് പഠിപ്പിക്കണോ ദാറ്റ് വേരീസ് ഫ്രം ഹൗ വി ടീച്ച് ഇൻ. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ കോമൺ ടേംസിൽ പഠിപ്പിച്ചു കൊടുക്കുക. വെൻ ദി ആർ റെഡി ടു അണ്ടർസ്റ്റാൻഡ് കോംപ്ലെക്സ് സിറ്റുവേഷൻസ്, കോംപ്ലെക്സ് കോൺസെപ്റ്റ്, കോംപ്ലെക്സ് ഫിനോമിന, അപ്പോൾ ആ ലെവലിൽ അതിനെ പഠിപ്പിച്ചു കൊടുക്കുക. അതൊരു ടീച്ചറെ ഇറ്റ്സ് എ ടാലന്റ് ഓഫ് എ ടീച്ചർ, ഹൗ വി ട്രാൻസാക്ട് ദ കോൺസെപ്റ്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത്, നമ്മളിപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചു, പി ജിക്ക് പഠിച്ചു, അതേ തന്നെയാണോ നമ്മളിപ്പോൾ ഒരു മിഡിൽ സ്കൂളിൽ പഠിപ്പിക്കുക? അല്ല. ആ കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും അതിനെ നമ്മൾ ഹൗ ഫാർ വി ക്യാൻ സിംപ്ലിഫൈ ഇറ്റ് ഇൻ നോർമൽ ടോക്കിംഗ് ടേംസ്. ഓഫ് കോഴ്സ് ഇൻക്ലൂഡ് ദ കീ ടേംസ്, കീ കോൺസെപ്റ്റ്സ്. അങ്ങനെ അതായിരിക്കണം ഒരു ടീച്ചറുടെ ലക്ഷ്യം എന്നാണ് ഞാൻ പറയണത്. സോ അക്കോർഡിംഗ് ടു യു, how can education system be evolved? It's a typical question. എല്ലാവരും ചോദിക്കുന്ന ഒരു ഇതാണ്, what more can we do, especially when we are having Gen Alpha with tiny attention span and huge volume of information already loaded. Yes. What can excite them? What can keep a wonder, അല്ലെങ്കിൽ ഒരു കീപ്പല്ല, ഒരു സ്പാർക്ക് എ വണ്ടർ in them, and finally when they grow up and come to a job or profession state, എന്തായിരിക്കും അവരുടെ ഒരു ജനറൽ ഇത് എന്നുള്ളത്, നർച്ചറിങ് എന്നുള്ള സംഭവങ്ങളൊക്കെ. സോ ഫോർ Gen Alpha, with your experience, how different can it be? Obviously this mode won't work എന്നുള്ളൊരു ബയസ് എൻ്റെ ഉണ്ട്. Am I wrong? I don't know. What do you think? What I feel is Gen Alpha, as we all know, is overloaded with information. They have everything by a click of a mouse. They get everything, but are they understanding it? To make them understand, arouse the curiosity and do an independent thinking, teachers have to play a good role. ആരൊക്കെയോ തിങ്ക് ചെയ്ത് വെച്ച ഇൻഫർമേഷനെ നമ്മൾ വെറുതെ സർഫസ് ലെവലിൽ യൂസ് ചെയ്യല്ല ചെയ്യേണ്ടത്. നമുക്കായിട്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും, വാട്ട് വി ക്യാൻ തിങ്ക്, ഹൗ ദിസ് വർക്ക്സ്. യു ഗെറ്റ് ഇറ്റ് ബൈ ക്ലിക്ക് ഓഫ് എ മൗസ്, ബട്ട് ദെൻ നമ്മളത് എത്രത്തോളം നമ്മൾ ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കണമെന്നുള്ളതാണ് അവിടെ പ്രാക്ടിക്കൽ നോളേജ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടീച്ചർ ഹാസ് ടു എൻകറേജ് ക്വസ്റ്റ്യനിങ്. ടീച്ചർ ഹാസ് ടു അറൗസ് ദ ക്യൂരിയോസിറ്റി. Teacher has to increase or enhance the interest through questioning. അത് ചെയ്തു കഴിഞ്ഞാൽ there will be a stage where they will become more independent, they will be thinking more and will be more genuine or kind of bring out the things what they know rather than what others tell them. എന്തിനും നമുക്കൊരു ആൻസർ കിട്ടും, പക്ഷെ അവരായിട്ട് എന്ത് ആലോചിച്ചുണ്ടാക്കണം. ക്വസ്റ്റ്യൻ ഇസ് ഗിവൺ, സോ അവര് അതിന് എങ്ങനെ സൊല്യൂഷൻ കാണുന്നു, അവർ സെൽഫായിട്ട്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ടു ബി പ്രൊമോട്ടഡ്. ഹൗ ഇസ് എ റെയിൻബോ ഫോംഡ്? ക്ലിക്ക് അടിച്ചു കൊടുത്താൽ കിട്ടും. പക്ഷെ അവർക്ക് ഹാവിങ് എ പ്രീവിയസ് നോളേജ് ഓഫ് ഡിസ്പേർഷൻ, ഹാവിങ് എ പ്രീവിയസ് നോളേജ് ഓഫ് റിഫ്രാക്ഷൻ, they should be able to tell us rather than someone giving a ready-made answer. So what is the role of the teacher? Tell them to use the previous knowledge. It's built over years. റിഫ്ലക്ഷൻ പഠിച്ചിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ, റിഫ്രാക്ഷൻ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ക്ലാസ്സിൽ ഡിസ്പേർഷൻ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം കുറെ സമ്മൺ ടോട്ടലാണ്, ബാക്കി നെക്സ്റ്റ് ഹയർ ഫിനോമിനൻ. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളുടെ ക്യൂരിയോസിറ്റി നമ്മൾ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരണം. അവരെ ഇൻഡിപെൻഡൻറ്റ് തിങ്കേഴ്സ് ആക്കണം. റെഡിമെയ്ഡ് ആൻസേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാത്ത സ്വയമായിട്ട് കണ്ടുപിടിക്കാനും വിത്ത് ദ ഹെൽപ്പ്, ഓക്കെ, ഓഫ് കോഴ്സ് എ ഫെസിലിറ്റേറ്റർ ഇസ് റിക്വയർഡ്, ഹൂസ് എ ടീച്ചർ. ആ ഹെൽപ്പോട് കൂടെ കൂടുതലും ഈ AI ടൂൾസും അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട അവിടെ യൂസ് ചെയ്യണം, വേണ്ട കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യാനല്ല ഞാൻ പറയണത്. പക്ഷെ ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്ത് അവനോന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. I think platforms like this will definitely promote that. Yeah. So how far do you think online education or online mode of delivering education or that entire platform system, a paribadi, how effective do you think it is, and is it effective, or
വാട്ട് ഇസ് ഇറ്റ്? കാരണം ഇപ്പോൾ നമ്മുടെ കോഴ്സിൽ തന്നെ എവറിബഡി ഈസ് ഡൂയിങ് ഓൺലൈൻ ക്ലാസ്സസ്, എവറിബഡി ഈസ് ബൈയിങ് ക്ലാസ്സസ് ആൻഡ് seeing it over a period. But how much can one learn through online എന്നാണ് ടീച്ചർക്ക് തോന്നുന്നത്? See, how much is again personal. But I can tell you that is never a replacement for face-to-face class. ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും തമ്മിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ട്രാൻസാക്ടിങ് ദ കോണ്ടന്റ്, ദേ ഷെയർ ദ ഇമോഷൻസ്. ടീച്ചർ മോൾഡ്സ് എ സ്റ്റുഡൻറ്റ്. ഈ മോൾഡിങ് ഒന്നും ഓൺലൈനിൽ നടക്കണില്ല. ടീച്ചർ മോൾഡ്സ് എ ക്യാരക്ടർ, ടീച്ചർ ബിൽഡ്സ് ദ നേഷൻ, ടീച്ചേഴ്സ് ബിൽഡ് ദ നേഷൻ. പറഞ്ഞാൽ കുട്ടികൾ ഇനി ഫ്യൂച്ചർ സിറ്റീസിനെ നമ്മളാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. A teacher guides every other profession. അല്ലേ? ആ സമയത്ത് nothing can replace a face-to-face class. Online, of course, many things are happening online. It is for convenience, travel time ഇല്ല, പല പല കൺവീനിയൻസ് ഉണ്ട് ഓൺലൈൻ. അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. There are people who are succeeding with 100% online classes. That's for sure. അത് ഒട്ടുമില്ല പറയുന്നില്ല. പക്ഷേ what I feel is, in addition to the knowledge acquisition, there are many other things the teacher can promote. ക്യാരക്ടർ ബിൽഡിങ്ങിന് ടീച്ചറുടെ വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ്. ഇമോഷണൽ ബാലൻസ് കൊടുക്കാൻ വേണ്ടി ടീച്ചർക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യാൻ പറ്റും. അതൊന്നും ഓൺലൈൻ ക്ലാസ്സിൽ അത്ര പ്രാക്ടിക്കബിൾ അല്ല. കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ യു ഹാവ് ഡൺ എ ഡീപ്പർ സ്റ്റഡി, സോ യു ഹാഡ് ഷെയർഡ് ഇറ്റ് വിത്ത് മീ. അതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. ലേണിംഗ് സ്റ്റൈൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ആൾക്കാർക്ക് അങ്ങനെ അവയർനെസ് ഇല്ല. or they take in for granted, or എന്താ പറയുക, ആൾക്കാർ വെറുതെ പറയുന്നതാണെന്നുള്ളൊരു ഒരു സംഭവമൊക്കെ ഉണ്ട്. There are studies which backs this entire process, and you have actually tried it on the class and you have seen results. അപ്പോൾ this matched with the ideology of Aryo, where the endless questioning, or a no complete answer by one അതോറിറ്റി, അങ്ങനത്തെ ഒരു സിസ്റ്റമിലൊക്കെ കുറച്ചൊന്ന് മാറി ടു ഡെമോക്രറ്റൈസ് നോളജ്, ടു ടേക്ക് പെർസ്പെക്റ്റീവ്സ് ഇൻ ടു കോണ്ടെക്സ്റ്റ് ആൻഡ് പാക്കേജ് ഇൻ ടു വൺ ഫോം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പം അങ്ങനെ ലേണിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആ ഒരു ഫീൽഡിലെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. So happy that I had my own teacher inaugurate it and start that entire process. ഈ പറയുന്ന സംഭവത്തിൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു എന്നുള്ളതാണ്. So I think we have touched upon a lot of areas which will add value to many people, listeners, most likely to upcoming teachers, or maybe the ongoing teachers as well. Whoever is there in the education system, there could be another possibility of giving a child a second chance. Yeah, definitely, because our class is a heterogeneous mix. Yes. So there are students with different ability, different capacity, different understanding levels. So definitely it's a role of the teacher to help the student to achieve, to experience success. It's mandatory, for which the corrective instruction strategy is definitely a best step forward. Initially it will take time, but then you can do a little more about corrective instruction strategy. You can read a little more about it, and definitely it will help. It will help. Yeah. I wish many teachers take this effort, then the education system, that it be part of the education system itself, for identifying a child's potential. True. And not in their way of judgment. And there are other mode of handling certain way of learning. And maybe today's technology and today's many tools would help that. Definitely it will help. Yeah, to diversify the teaching strategies, to diversify the method we transact in the class, it will definitely help. With all that help, teachers can do wonders. They are still doing wonders. Teachers are doing their best, but we feel we can even move a little more further by making use of such strategies. Enhance the curiosity. Yeah, promote the curiosity of students. So that is exactly what Aryo is planning to do also. So thank you so much, teacher, for you had a small vacation, and in that vacation you gave a wealth of information. Thank you. Thank you for inviting me. Sure. I really loved this concept of Aryo,
and it should go way places, should reach larger audience, and I mean, you're moving in the right track, and I'm proud of you. I hope so. Yeah. Thank you so much, teacher. Thank you so much. Thank you for having me. Thank you.